ഇന്ത്യയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന പുരസ്കാരമാണ് ഇ ഗവേണൻസ് അവാർഡ്. കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആണ് ഇ ഗവേണൻസ് അവാർഡ് സംഘടിപ്പിക്കുന്നത് എങ്കിലും കേരള ഗവൺമെന്റിന് ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണുള്ളത്. അവാർഡുകൾക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതും അവ നടപ്പിലാക്കുന്നതും കേരള ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ വകുപ്പുകളും ഏജൻസികളുമാണ്. മാത്രമല്ല, സംസ്ഥാന തലത്തിലുള്ള ഇ ഗവേണൻസ് പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുന്നതിലും കേരള ഗവൺമെന്റ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇ ഗവേണൻസ് അവാർഡുകൾക്ക് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ട്. സുതാര്യത, കാര്യക്ഷമത, ജനങ്ങളിലേക്കുള്ള ഇടപെടൽ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്രത്തോളം എളുപ്പത്തിലും വേഗത്തിലും എത്തുന്നു തുടങ്ങിയവയാണ് അവാർഡിന് പ്രധാനമായും പരിഗണിക്കുന്നത്. ഓരോ വർഷവും ഇ ഗവേണൻസ് രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന വകുപ്പുകളെയാണ് അവാർഡിനായി തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനത്ത് ഇ ഗവേണൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഐ ടി മിഷനാണ്. കേരളത്തിലെ ഇ ഗവേണൻസ് രംഗത്ത് ഐ ടി മിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഐ ടി പദ്ധതികളും മേൽനോട്ടം വഹിക്കുന്നതും അവ നടപ്പിലാക്കുന്നതും ഐ ടി മിഷനാണ്. കേരള ഐ ടി മിഷൻ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അക്ഷയ, കെ സ്മാർട്ട്, സേവന, കേരള പബ്ലിക് വൈഫൈ തുടങ്ങിയവയും ഐ ടി മിഷന്റെ പദ്ധതികളാണ്. കേരള ഐ ടി മിഷന് ഇ ഗവേണൻസ് അവാർഡുകൾ നേടിക്കൊടുക്കുന്നതിൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കി സാധാരണക്കാർക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിച്ചു. കേരള ഐ ടി മിഷന് കീഴിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ശൃംഖലയാണ്. ഇ ഗവേണൻസ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അക്ഷയയുടെ പ്രധാന ലക്ഷ്യം. കേരള ഗവൺമെന്റിന്റെ 2025 ഇ ഗവേണൻസ് അവാർഡിൽ അക്ഷയ വിഭാഗത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനത്തിന് അർഹനായ രാജേഷ് കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ബ്ലോക്കിൽ ചാത്തമംഗലം വില്ലേജിൽ ചാത്തമംഗലം പഞ്ചായത്തിൽ KZD 134 സെന്റർ കോഡായി ചാത്തമംഗലം അക്ഷയ സെന്റർ 2005 രാജേഷിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. വീടിനോട് ചേർന്ന് സ്വന്തം സ്ഥലത്താണ് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായി 2000 സ്ക്വയർ ഫീറ്റിൽ ചാത്തമംഗലം അക്ഷയ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. കുട്ടികൃഷ്ണൻ കാന്തിമതി ദമ്പതികളുടെ മകനായി 1971 പിറന്ന രാജേഷ് ചെറുപ്പകാലം മുതൽ തന്നെ സാമൂഹ്യ സേവന മേഖലകളിൽ തന്റെ പ്രവർത്തന യാത്ര ആരംഭിച്ചിരുന്നു. സില്ലി ബി കൃഷ്ണൻ രാജേഷിന്റെ പ്രിയ പത്നി, അയനാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ സുവോളജി അധ്യാപിക കൂടിയാണ്. മകൾ മിത ഷൈൽ NIT റിംഗ് വാല്യൂ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് അവാർഡ് ലഭിച്ചതിനു ശേഷം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വവും ചാത്തമംഗലത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ചാത്തമംഗലം പഞ്ചായത്ത്, അയൽക്കൂട്ടങ്ങൾ, CDS, ADSകൾ, വയോജന സംഘങ്ങൾ, സൌഹൃദ കൂട്ടായ്മകൾ, അക്ഷയയുടെ സംഘടനകളായ ഫേസ്, AITA കൂടാതെ അക്ഷയ ന്യൂസ് കേരളയും രാജേഷിന് അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ൽ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഉദ്ഘാടനം നിർവഹിച്ച അക്ഷയ പ്രൊജക്ട് ഇന്ന് സർക്കാരിന്റെ ഫ്രണ്ട് ഓഫീസായി മാറിയിരിക്കുന്നു. ഡിജിറ്റൽ ഡിവൈഡ് എന്ന പ്രതിഭാസത്തെ കേരളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിൽ അക്ഷയ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇ ലിറ്ററസിയിൽ നിന്ന് തുടങ്ങി ഇ-വിദ്യ, ഇന്റർലേൺ പ്രോഗ്രാം, RSBY, കറന്റ് ബില്ല്, ഫോൺ ബില്ല് എന്നിവയുടെ ഇ-പേയ്മെന്റ്, ആധാർ, ഇ-ഡിസ്ട്രിക്ട്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, ഇ-മണൽ,
പ്രവാസി ക്ഷേമനിധി, പെൻഷൻ മസ്റ്ററിംഗ്, ABCD, A4 ആധാർ തുടങ്ങിയ ഇന്ന് എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ അപേക്ഷകൾ കൈകാര്യം ചെയ്യുക വഴി അക്ഷയ സർക്കാരിന്റെ മുഖമായി മാറിയിരിക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായ ചാത്തമംഗലം അക്ഷയ സെന്റർ ഗ്രൌണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായി 2000 സ്ക്വയർ ഫീറ്റിൽ 11 സ്റ്റാഫുകളുമായി രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടരുന്നു. ഗവേണൻസ് അവാർഡിന് അർഹനായ രാജേഷ് കോഴിക്കോടിന് അവാർഡ് ലഭിക്കുന്നതിനുള്ള പ്രചോദനവും സപ്പോർട്ടും എന്തായിരുന്നു എന്നുള്ള കാര്യം ശ്രീ രാജേഷ് അക്ഷയ ന്യൂസ് കേരളയുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ 2025 ഗവേണൻസ് അവാർഡ് പ്രകാരം ഏറ്റവും മികച്ച അക്ഷയക്കുള്ള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീ രാജേഷ് വിപിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം ശ്രീ രാജേഷ്. ആദ്യമേ അഭിനന്ദനങ്ങൾ. താങ്ക് യു. രാജേഷ്, എത്ര വർഷമായി നിങ്ങൾ അക്ഷയ സംരംഭം ആരംഭിച്ചിട്ട്? 20 വർഷമായി അക്ഷയ കേന്ദ്രം ആരംഭിച്ചിട്ട്. 2005 അക്ഷയ കേന്ദ്രം ആരംഭിക്കുന്നത്. ആദ്യം അത് ഒരു വാടക റൂമിലായിരുന്നു. 2018 മുതൽ ഞാനത് വലിയൊരു സൗകര്യത്തോടെ, വിപുലമായ സൗകര്യത്തോടെ എന്റെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയും അവിടെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി അക്ഷയ കേന്ദ്രം വിപുലപ്പെടുത്തി ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകി വരുന്നു. അക്ഷയയിലൂടെ ആർക്കൊക്കെ, ഏതൊക്കെ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് സേവനങ്ങൾ നൽകി വരുന്നത്? അക്ഷയ കേന്ദ്രത്തിൽ വരുന്ന ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്തു വരുന്നത്. അതിനായി ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ആവശ്യങ്ങൾക്കായാലും വരുന്നവർക്ക് പെൻഷൻ മസ്റ്ററിംഗ് ആയാലും, MVD സേവനങ്ങളായാലും, ഡിസ്ട്രിക്ട് സേവനങ്ങളായാലും, വില്ലേജ് ഓഫീസ് സേവനങ്ങളായാലും, എന്ത് സേവനങ്ങളായാലും അതെല്ലാം നമ്മൾ ഇവിടെ നിന്നും അവർക്ക് സംതൃപ്തി വരുന്ന രീതിയിൽ തന്നെ ചെയ്ത് അവരെ ഭൂരിപക്ഷവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. 24 മണിക്കൂറും സേവനം നൽകുന്ന ഒരു രീതിയാണ് ഇവിടെ ഞാൻ തുടർന്നു പോരുന്നത്. സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു അംഗീകാരമാണിത്. ഈ അംഗീകാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അംഗീകാരം എൻ്റെ കൂടെയുള്ള ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ അവാർഡ് ലഭിക്കാനായിട്ട് താങ്കളെ യോഗ്യരാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങളുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവാർഡ് ലഭിക്കുന്നതിന് ഒന്നാമതായിട്ട് നമ്മൾ ഏതൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു, എത്ര തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ, എത്ര ഉപകരണങ്ങൾ, എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു, അതാണ്. മൂന്നാമതായി നമ്മൾ സർക്കാരിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നു, ആ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായി ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ കേരളം മുഴുവൻ എത്തിക്കുന്നുണ്ട്. സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. അക്ഷയയുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി രാജേഷ് അവലംബിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളാണ്? പ്രധാനമായും ഇവിടെ വരുന്ന ജനങ്ങളെ അവരുടെ സംതൃപ്തിക്കനുസരിച്ചുള്ള സേവനങ്ങൾ ചെയ്ത് അവർ മറ്റുള്ളവരെ കാണുമ്പോൾ മൗത്ത് പബ്ലിക്കേഷനിലൂടെ ആണ് ഇവിടേക്ക് മറ്റാളുകളെ എത്തിക്കുന്നത്. അതുകൂടാതെ ഇവിടെ നമ്മൾ സ്വന്തമായി ഡിസൈൻ ചെയ്യുന്ന പോസ്റ്ററുകളും ഫ്ലെയറുകളൊക്കെ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങൾ വഴിയൊക്കെ സേവനങ്ങൾ എത്തിക്കാറുണ്ട്. താങ്കളുടെ ടീമിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ നേട്ടം കരസ്ഥമാക്കുന്നതിൽ അവരുടെ പങ്ക് എത്രമാത്രം ഉണ്ടായിരുന്നു? എൻ്റെ ടീമില് ഇവിടുത്തെ ജീവനക്കാർ തന്നെയാണ് പ്രധാനം. അവരുടെ നിസ്സീമമായ ആത്മാർത്ഥതയോടെയുള്ള വർക്ക് തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളിൽ പ്രധാനപ്പെട്ടത്. എൻ്റെ ജീവനക്കാർ ഇവിടെ വരുന്ന ആളുകളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ തന്നെ കണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ സംതൃപ്തി ഇവിടെ വരുന്ന ഉപഭോക്താക്കളിൽ ഞാനത് കാണുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു രാജേഷ്. താങ്കളുടെ വളരെ വിലപ്പെട്ട സമയം അക്ഷയ ന്യൂസ് കേരളയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന് താങ്കൾക്ക് എല്ലാവിധ ആശംസകളും അക്ഷയ ന്യൂസ് കേരളയുടെ. താങ്ക് യു.